എന്ന ഈ വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്ന രണ്ടുപേരെയും നിങ്ങൾക്കറിയാമായിരിക്കും. ഡോക്ടർ കെ എസ് മാധവൻ സർ, കാലിക്കറ്റ് സർവകലാശാല ചരിത്ര പഠന വിഭാഗത്തിലെ പ്രൊഫസറാണ്. അറിയപ്പെടുന്ന അക്കാഡമിഷ്യൻ, എഴുത്തുകാരൻ, അതിലെല്ലാം ഉപരി സാമൂഹ്യ വിഷയങ്ങളെല്ലാം തന്നെ നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന അക്കാദമിക് രംഗത്തുള്ള ഒരാൾ കൂടിയാണ്. ഡോക്ടർ എം പി മനോജ് സർ കാലിക്കറ്റ് സർവകലാശാലയിൽ തന്നെ മലയാളം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലവനാണ്, കവിയാണ്, എഴുത്തുകാരനാണ്. നിങ്ങൾക്ക് സ്വാഭാവികമായും നല്ല പരിചയമുള്ള ആളായിരിക്കും. മോഡറേറ്റർ ആയ ഞാൻ, അഷ്റഫ്, കൊണ്ടോട്ടി EMEA കോളേജിലെ പൊളിറ്റിക്കൽ സയൻസ് വിഭാഗത്തിൽ ഇപ്പോൾ ജോലി ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ മലബാർ എന്തുകൊണ്ട് ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ള കാര്യം ഞാനൊരു വലിയൊരു ആമുഖത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇപ്പം കേരളത്തിലെ മറ്റ് ഭൂമിശാസ്ത്രപരമായ ഏത് മേഖലയേക്കാൾ ഉപരി രാഷ്ട്രീയത്തിലായാലും സാഹിത്യത്തിലായാലും സാംസ്കാരിക സംവാദങ്ങളിലായാലും ഒക്കെ തന്നെ മലബാർ എപ്പോഴും ഒരു ചർച്ചാ വിഷയമാണ്, ഒരു ക്വസ്റ്റ്യനാണ്, ഒരു പ്രശ്നമാണ് പല അർത്ഥത്തിൽ. അതിന് ചരിത്രപരമായ കാരണങ്ങളുണ്ട്. അത് തീർച്ചയായും മാധവൻ സാറിലൂടെ നമുക്ക് കേൾക്കാൻ പറ്റും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മോഡറേറ്റർ എന്ന നിലയിൽ ഞാൻ അധികം ഈ രണ്ട് പാനലിസ്റ്റുകളുടെ എക്സ്പേർട്സിൻ്റെ സമയം കവർന്നെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ ഡയറക്റ്റായി ഞാൻ ഈ ചർച്ച ആരംഭിക്കുകയാണ്. മാധവൻ സാറിൽ നിന്ന് തുടങ്ങണമെന്നാണ് വിചാരിക്കുന്നത്. മാധവൻ സാർ, ഞാൻ ഈ പറഞ്ഞതുപോലെ മലബാർ എപ്പോഴും ഒരു ചർച്ചാ വിഷയമാണ്. മലബാർ നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ പോലും മലബാറിൻ്റെ പിന്നോക്കാവസ്ഥ, മലബാറിൻ്റെ വിദ്യാഭ്യാസ മേഖല, മലബാറിൻ്റെ ചരിത്ര പാരമ്പര്യം, അങ്ങനെ നിരവധി കാരണങ്ങൾ, പോസിറ്റീവും നെഗറ്റീവായ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. എന്തുകൊണ്ടാണ് കേരളത്തിലെ ഇപ്പം തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്ന് പറയുന്നതിൽ മലബാർ സവിശേഷമായി ചർച്ച ചെയ്യപ്പെടുന്നതിൻ്റെ ചരിത്ര പശ്ചാത്തലം എന്താണ്? മലബാർ പ്രദേശം കേരളത്തിൻ്റെ മറ്റ് പ്രദേശങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഭൂവിഭാഗമാണ്. യഥാർത്ഥത്തിൽ ഭൂവിഭാഗം എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ഒരു വടക്കൻ കേരളം, പൊതുവെ വടക്കൻ കേരളം എന്ന് നമ്മൾ പറയുന്ന ഒരു ഭൂവിഭാഗമായി നിലനിൽക്കുമ്പോൾ തന്നെ ഭൂമിശാസ്ത്രപരമായി, ചരിത്രപരമായി, സാംസ്കാരികമായി, മറ്റ് ജനജീവിതവുമായി ബന്ധപ്പെട്ടും സാംസ്കാരികമായും ഒരു വ്യത്യസ്തത നിലനിർത്തുന്ന ഒരു ഭൂപ്രദേശം എന്ന നിലയിൽ മലബാറിന് സവിശേഷമായ ഒരു അസ്തിത്വമുണ്ട്, ഒരു ഐഡൻറ്റിറ്റി ഉണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ആ ഐഡൻറ്റിറ്റിയുടെ സവിശേഷതകൾ സംബന്ധിച്ച് നമുക്ക് പല രീതിയിലുള്ള സ്വഭാവ സവിശേഷതകളും നമുക്കതിനു വേണ്ടി പറയാവുന്നതാണ്. ഭൂമിശാസ്ത്രപരമായി പശ്ചിമഘട്ടത്തിനോട് മറ്റ് കേരള പ്രദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പശ്ചിമഘട്ട പ്രദേശത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഭൂപ്രദേശമാണ്. കടലും കാടും കുന്നും മലയും ഏകദേശം ചേർന്ന് നിൽക്കുന്ന ഒരു ഭൂപ്രദേശം എന്ന നിലയിൽ ഭൂമിശാസ്ത്രപരമായി മറ്റ് കേരള പ്രദേശങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു തരം അതിനുണ്ട്. സാംസ്കാരികമായും സാമൂഹ്യമായും എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ കൊച്ചി, തിരുവിതാംകൂർ പ്രദേശങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ജനജീവിതത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിൻ്റെ തലത്തിൽ കുറച്ചുകൂടി സാമൂഹ്യ പാരസ്പര്യം മനുഷ്യജീവിതത്തിൽ, മനുഷ്യരുടെ കൂട്ടായിട്ടൂടെ മലബാറിൻ്റെ മനസ്സ് എന്ന് പറയുന്ന ഒരു സങ്കല്പത്തെ മുൻനിർത്തി ആലോചിക്കുമ്പോൾ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ കൂടുതൽ ഇഴുകിച്ചേർന്ന സാമൂഹ്യ പാരസ്പര്യം, വ്യത്യസ്ത മത വിഭാഗങ്ങൾ, സാമൂഹിക വിഭാഗങ്ങൾ, ജനസമൂഹങ്ങളൊക്കെ കൂടിച്ചേർന്ന് പാർക്കുന്ന ഒരിടം എന്ന നിലയിൽ മറ്റു പ്രദേശങ്ങളിൽ നിന്നും ഒരു സാമൂഹികമായിട്ടുള്ള കൂടിവരവ് എന്ന് പറയും, സാമൂഹികമായ കൂടിച്ചേർന്ന് നിൽക്കൽ വളരെ കൂടുതലുള്ള ഒരു പ്രദേശം ആണ് മലബാർ പ്രദേശം എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതിന് ഒരു കാരണം എന്ന് പറയുന്നത് ചരിത്രപരമായി മലബാർ പ്രദേശം കേരളത്തിൻ്റെ മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വളരെയേറെ തുറവുകളുള്ള ഒരു പ്രദേശമായി. തുറവ് എന്ന് ഞാൻ പറയാൻ കാരണം ഏറ്റവും കൂടുതൽ ഇപ്പം നമ്മളിപ്പോൾ മുസിരീസ് എന്ന് പറയുന്ന ഒരു പ്രദേശം മുതൽ വടക്കോട്ട് കൊടുങ്ങല്ലൂർ, പരമ്പരാഗതമായി പ്രാചീനമായ ഒരു തുറമുഖ നഗരം എന്ന നിലയിൽ കൊടുങ്ങല്ലൂരും, അതിനെ തുടർന്ന് കൊടുങ്ങല്ലൂർ വാസ് പാർട്ട് യഥാർത്ഥത്തിൽ മലബാറിൻ്റെ
പ്രാചീന കേരളത്തിൽ പരിശോധിച്ചാൽ മലബാറിൻ്റെ ഒരു ഭാഗമാണ് കൊടുങ്ങല്ലൂർ എന്ന് പറയുന്നത്. പൊന്നാനി, ഈ പറയുന്ന രീതിയിൽ ചാലിയം, ബേപ്പൂര്, കോഴിക്കോട്, അങ്ങനെ വടക്കോട്ട് പോയ പ്രധാനപ്പെട്ട കൊല്ലം, വടക്കൻ കൊല്ലം തുടങ്ങിയ പ്രധാനപ്പെട്ട ഈ പോർട്ട് ടൗൺസ്, നഗര പ്രദേശങ്ങൾ എല്ലാം തന്നെ ഉള്ളതുകൊണ്ടും വളരെ പ്രാചീന കാലഘട്ടം മുതൽ ഗ്രീക്ക്, റോമൻകാരുൾപ്പെടെ അറബികൾ, പശ്ചിമേഷ്യയിൽ നിന്നുള്ള മറ്റ് ജനവിഭാഗങ്ങൾ, ചൈനക്കാർ എന്ന് വേണ്ട ഇവിടെ സൂഫികളെ സംബന്ധിച്ചുള്ള സൂചന ഇവിടെ പറയുകയുണ്ടായി. നമ്മളിപ്പോൾ ഈ ബാൽക്കൻ എന്ന് പറയുന്ന ഒരു പ്രദേശം, ബാൽക്കൻ പ്രദേശം റഷ്യയുടെ ഭാഗമായിരുന്ന ഉസ്ബെക്കിസ്ഥാൻ, കസാക്കിസ്ഥാൻ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്ന് പോലും നേരിട്ട് മധ്യകാലഘട്ടങ്ങളിൽ മലബാറിലേക്ക് ധാരാളം മനുഷ്യർ, പ്രത്യേകിച്ച് സൂഫി ഇസ്ലാമിക പ്രബോധന പാരമ്പര്യങ്ങളിൽപ്പെട്ട ധാരാളം മനുഷ്യർ വന്ന് താമസിക്കുകയും ഈ പ്രദേശങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് മലബാറിന് പല പ്രദേശങ്ങളൊന്നും താമസിക്കുകയും ചെയ്ത ഒരു പ്രദേശം എന്ന നിലയിൽ സാംസ്കാരികമായിട്ടുള്ള ഒരു സമന്വയം, സാംസ്കാരിക സമന്വയം തദ്ദേശ ജനവിഭാഗങ്ങളുമായി ഈ വന്ന മനുഷ്യർ, കടൽ കടന്നെത്തിയ മനുഷ്യർ, കരകളിൽ നിന്നെത്തിയ മനുഷ്യർ ഏറ്റവും കൂടുതൽ നേരിട്ട് ഇടപെട്ട് സാമൂഹ്യ ജീവിതത്തിൽ, സാംസ്കാരിക ജീവിതത്തിൽ, മനുഷ്യരുടെ വിശ്വാസ പാരമ്പര്യങ്ങളിലൊക്കെ നേരിട്ട് ഇടപെടുന്ന ഒരു, നമ്മൾ സാധാരണ പറയും ഒരു തുറവ്, ആ അർത്ഥത്തിലാണ് തുറവ് എന്ന് പറയുന്നത്. സാംസ്കാരികമായ തുറവ്, സാമൂഹ്യമായ തുറവ് സൃഷ്ടിച്ചുകൊണ്ട് തന്നെ ഈ സാമൂഹ്യ പാരസ്പര്യം മലബാറിന് ചരിത്രപരമായി ലഭ്യമായിട്ടുള്ളൊരു കാര്യമാണ്. മറ്റൊരു കാര്യം, മറ്റ് കൊച്ചി, തിരുവിതാംകൂറിൽ പ്രദേശങ്ങളിൽ നിലനിന്നിരുന്ന രീതിയിലുള്ള സാമൂഹിക ഭേദരൂപങ്ങൾ എന്ന് പറയും. സമൂഹത്തിലുള്ള നന്മതിന്മ ഗുണദോഷ രൂപങ്ങൾ, ജാതിയുടെ ഭേദരൂപങ്ങൾ, നമ്മൾ ജന്മിത്വത്തിൻ്റെ പല രീതിയിലുള്ള രൂപങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നിട്ടുണ്ട്, ചരിത്രപരമായി രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. പക്ഷേ കൊച്ചി, തിരുവിതാംകൂറിൽ പ്രദേശത്തിൽ നിന്ന് വ്യത്യസ്തമായി അത്ര അവിടെയൊക്കെ നിലനിന്നിരുന്ന അതിഭീകരമായിട്ടുള്ള സംഭവങ്ങൾ വെച്ച് പരിശോധിക്കുമ്പോൾ ചരിത്രപരമായി അതിനൊരു വ്യത്യസ്ത രൂപമാണ് ഇവിടെ നിലനിന്നിരുന്നത്, ഒരു രീതി. അങ്ങനെ നമ്മൾ പറയുമ്പോൾ ചരിത്രപരമായി നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ സാമൂഹ്യ പരസ്പരത്തിൻ്റെയും സാമൂഹ്യമായ കൂടിവരവിൻ്റെയും ഒക്കെ ഭാഗമായി മലബാർ പ്രദേശം അതിൻ്റെ സവിശേഷമായിട്ടുള്ള ഒരു സാമൂഹിക കർത്തൃത്വം ജനജീവിതത്തിൻ്റെ, മനുഷ്യർ കൂടി നിൽക്കുന്ന സാമൂഹ്യ ജീവിതത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം. പക്ഷേ ഒരു പ്രദേശം എന്ന രീതിയിൽ നമ്മൾ ഒരു പ്രദേശത്തെ അതിൻ്റെ മാറുകയും അങ്ങനെ കൊളോണിയൽ ഭരണം നേരിട്ട് വരികയുമ്പോൾ കൊളോണിയൽ ആധിപത്യത്തിൻ്റെ എല്ലാ തരത്തിലുള്ള ഭരണ നടപടിക്രമങ്ങളും, ചൂഷണാത്മകവും അല്ലാത്തതുമായിട്ടുള്ള ഭരണ നടപടിക്രമങ്ങളും നേരിട്ട് നടപ്പാക്കിയ ഒരു ഭൂപ്രദേശം എന്ന നിലയിൽ ഇവിടെ ബ്രിട്ടീഷുകാരുടെ ഗവർണൻസ്, കൊളോണിയൽ ഗവർണൻസ് എന്ന് പറയുന്ന കൊളോണിയൽ ഭരണം നേരിട്ടുണ്ടായതിൻ്റെ ഭാഗമായി അവരുടെ ചൂഷണക്രമങ്ങൾ, അവരുടെ ഭൂവുടമ രീതികൾ, അവരുടെ വ്യവസ്ഥാപിതമായ ലീഗൽ നിയമ സംവിധാനങ്ങൾ, അവരുടെ രാഷ്ട്രീയമായ താല്പര്യങ്ങളെ മുൻനിർത്തിയുള്ള ഭരണ നടപടിക്രമങ്ങളുടെയൊക്കെ ഭാഗമായി മലബാർ പ്രദേശം മറ്റ് കേരളത്തിൻ്റെ, ഇപ്പോൾ കൊച്ചി, തിരുവിതാംകൂർ പ്രദേശം നേരിട്ട് പ്രിൻസിലി സ്റ്റേറ്റ് എന്ന രീതിയിൽ രാജഭരണമുള്ള പ്രദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കൊളോണിയൽ ചൂഷണത്തിൻ്റെ ഭാഗമായി മലബാർ പ്രദേശം നേരത്തെ തന്നെ ചരിത്രപരമായി പിന്നോക്കം പോയിട്ടുണ്ട്. ശരി, അതൊരു വിഷയമാണ്. അതിലേക്ക് അടുത്തൊരു ഘട്ടത്തിലേക്ക് നമുക്ക് വരാം. മനോജ് മാഷേ, ഇപ്പോൾ സാറ് പറഞ്ഞൊരു കാര്യമുണ്ട്.
ഇപ്പം മലബാറിൻ്റെ ഒരു സവിശേഷമായൊരു സാംസ്കാരിക പാരസ്പര്യമുണ്ട്. മാത്രമല്ല ഒരു തുറവ് എന്ന ഒരു പ്രയോഗം നടത്തിയിട്ടുണ്ട്. പല മേഖലകളിൽ നിന്നുള്ള പല സംസ്കാരങ്ങളെ സാംശീകരിച്ചുകൊണ്ടുള്ള ഒരു സവിശേഷമായൊരു സാമൂഹ്യ ജീവിത സാഹചര്യം മലബാറിലുണ്ട്. അത്തരം ഈ സവിശേഷമായ സാമൂഹ്യ ജീവിത സാഹചര്യവും മലബാറിൻ്റെ സവിശേഷമായ ഈ സാംസ്കാരിക പാരസ്പര്യവും നമ്മുടെ സാഹിത്യ മേഖലകളിൽ അതുപോലെ പ്രതിഫലിച്ചിട്ടുണ്ടോ? കേരളത്തിൽ നമ്മുടെ മലയാള സാഹിത്യ എന്ന് പറയുമ്പോൾ ആദ്യമായി തന്നെ SNECയുടെ ഈ നോളജ് ഫെസ്റ്റിവൽ 2025 അതിൻ്റെ സംഘാടകർക്കും ഭാരവാഹികൾക്കും അതുപോലെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ എല്ലാ നേതൃനിരയിലുള്ളവർക്കും ഇത്തരത്തിലൊരു മീറ്റിംഗ് കൊണ്ടുവന്നതിൽ ഉള്ള നന്ദി കടപ്പാട് രേഖപ്പെടുത്തുകയാണ്. ഞാൻ രണ്ടുപേരും മദോമഷും അഷ്റഫും പറഞ്ഞതിൻ്റെ ഒരു തുടർച്ച എന്ന നിലയിൽ മാത്രമാണ് ഞാൻ ചില സൂചനകൾ പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ തുറവി വളരെ പ്രധാനപ്പെട്ട ഒന്നായി നമ്മൾ കാണുന്നു. ഇപ്പോൾ 2 വർഷം മുമ്പ് കോഴിക്കോട് ഒരു മലബാർ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടന്നിരുന്നു, MLF. ഞാൻ അതിൻ്റെ ഡയറക്ടറായിരുന്നു, ഫെസ്റ്റിവൽ ഡയറക്ടറായിരുന്നു. നമ്മളുടെ ഏറ്റവും വലിയ ഒരു ചേർന്ന് ഐക്യപ്പെട്ട് എല്ലാ വൈവിധ്യങ്ങളും ഐക്യപ്പെട്ട് പ്രവർത്തിക്കുന്നതിൻ്റെ ഒരു സൂചന കൂടിയായിട്ടാണ് ഒരുപക്ഷെ അന്നത്തെ ആ ഫെസ്റ്റിവൽ ഡയറക്ടറായി എന്നെ നിയമിച്ചതിൽ സംഘാടകർ പുലർത്തിയ ദീർഘവീക്ഷണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റൊന്ന് നമ്മുടെ ഈ വേദിയുടെ പേരാണ്. വേദിയുടെ പേര് സത്യം എന്നാണ് ഈ വേദിക്ക് പേരിട്ടിട്ടുള്ളത്. ഒരുപക്ഷെ കോഴിക്കോട് അങ്ങാടിയെ, കോഴിക്കോട് നഗരത്തെ ചില രേഖകളനുസരിച്ച് സത്യനഗരം എന്ന് വിളിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പം അത്തരത്തിൽ മലബാറിന് ചരിത്രപരമായ വളരെ വലിയ നിരവധി കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മറ്റൊന്ന്, മലബാർ ഏറ്റവും കേരളത്തിലെ മറ്റ് പല പ്രദേശങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രങ്ങൾ ധാരാളമുണ്ടായിരുന്ന വാണിജ്യ കേന്ദ്രങ്ങളുടെ വളരെ സുലഭമായ പ്രദേശങ്ങളായിരുന്നു കോഴിക്കോട് ഉൾപ്പെടെ. അവിടെ നിന്ന് വടക്കോട്ട് പോയാൽ വടകര, കൊല്ലം എന്ന് പറയുന്ന ഒരു തുറമുഖം, നമ്മളിപ്പോൾ സാറ് സൂചിപ്പിച്ച നമ്മുടെ കൊടുങ്ങല്ലൂർ പ്രദേശം ഒക്കെ. അപ്പോൾ അങ്ങനെ വരുന്ന ഈ വാണിജ്യ നഗരങ്ങൾ നമ്മളോട് പറയുന്നത് വൈവിധ്യങ്ങൾ ഉൾക്കൊണ്ടിരുന്നു എന്നാണ്. ഒരു വാണിജ്യ അല്ലെങ്കിൽ ഒരു അങ്ങാടി രൂപപ്പെടുമ്പോൾ മാത്രമാണ് എല്ലാ വൈവിധ്യങ്ങൾക്കും അവിടെ പ്രവേശനം ഉണ്ടാവുകയുള്ളൂ. അല്ലാത്തൊരു പൊതു സംവിധാനം ഒരുപക്ഷെ കേരളത്തിലോ തിരുവിതാംകൂറിനോ കൊച്ചിയിലോ മലബാറിനെ അപേക്ഷിച്ച് വളരെ പരിമിതമായിരുന്നു എന്നുകൂടി നമ്മൾ കാണുന്നു. അതുപോലെ സാഹിത്യവും വളരെ വലിയ സാഹിത്യത്തിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ എഴുത്തുകാരും, അത് മലയാളികളായിട്ടുള്ള എഴുത്തച്ഛനായിക്കൊള്ളട്ടെ, നമ്പ്യാരായിക്കൊള്ളട്ടെ, ഇത്തരം സാഹിത്യകാരന്മാർക്കൊപ്പം തന്നെ ഹാളി മുഹമ്മദിനെ പോലുള്ള നിരവധി മാപ്പിള, അറബ് മലയാളം, അതുപോലെ അറബി മലയാളം സാഹിത്യ മേഖലകൾ അറബ് ഭാഷയിലാണെങ്കിലും മലയാള ഭാഷയിലാണെങ്കിലും അതുപോലെ ഇവ ചേർന്ന് രൂപപ്പെട്ട അറബി മലയാള സാഹിത്യത്തിലാണെങ്കിലും ഒരു വലിയ ഒരു സാഹിത്യ സാംസ്കാരിക മേഖല രൂപപ്പെടുത്തുന്നതിന് മലബാറിന് കഴിഞ്ഞിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മൂന്നാമതൊരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഒരുപക്ഷെ സാമൂഹിക ജീവിതത്തിലെ വികാസം കൊച്ചിയെയോ തിരുവിതാംകൂറിനെയോ നമ്മൾ പരിശോധിക്കുമ്പോൾ കുറച്ചുകൂടി വികസിച്ചത് മലബാറായിരുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ചും നമുക്കറിയാവുന്ന പോലെ ടിപ്പുവിനെ പോലുള്ള സാമൂഹിക വീക്ഷണമുള്ള ഭരണാധികാരികൾ പിൽക്കാലത്ത് അവർ പലതരത്തിലുള്ള വിമർശനങ്ങൾ പല മേഖലകളിലും നമ്മൾ കാണുന്നുണ്ട്. യാഥാർത്ഥ്യം എന്ന് പറയുന്നത് മറ്റൊന്നാണ്. ടിപ്പിനെ പോലുള്ള അധികാരികൾ സാമൂഹികമായ വലിയ വികാസത്തിന് ശ്രമിച്ചു എന്നുള്ളതാണ്. വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ, പൊതുവഴികൾ രൂപപ്പെടുത്തുന്നതിൽ, പൊതുസമൂഹത്തിൻ്റെ പൊതുവിടങ്ങളിലേക്കുള്ള പ്രവേശനങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ, വസ്ത്രം ധരിക്കുന്നതിൽ ഒക്കെ രൂപപ്പെടുത്തിയിട്ടുള്ള വലിയ ഇടങ്ങൾ മലബാറിലാണ്
കേരളം പൊതുവായി നമ്മൾ പരിശോധിക്കുമ്പോൾ അത് മലബാറിലാണ് അത്തരത്തിലുള്ള സാംസ്കാരികമായ വികാസം രൂപപ്പെട്ടത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ നവോത്ഥാനത്തിൻ്റെ പല പ്രവർത്തനങ്ങളും നമുക്ക് മലബാറിൽ വളരെ സജീവമായി രൂപപ്പെട്ടു വന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇപ്പോൾ സരസ്വതി വിജയം നോവൽ രചിച്ച പൊത്തേരി കുഞ്ഞമ്പുവിനെ പോലുള്ള അദ്ദേഹം നോവലിസ്റ്റ് മാത്രമല്ല, അദ്ദേഹം നവോത്ഥാന പ്രവർത്തകനായിരുന്നു. സ്വന്തം നിലയ്ക്ക് തലശ്ശേരിയിൽ സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കുന്ന ആളുകൾക്ക് സ്വന്തം നിലയ്ക്ക് ഒരു വിദ്യാലയം തുറന്ന വ്യക്തിത്വമാണ് അദ്ദേഹം, പൊത്തേരി കുഞ്ഞമ്പു. അത്തരത്തിലുള്ള പല വൈജ്ഞാനിക സാംസ്കാരിക പരിഷ്കരണ പ്രവർത്തനങ്ങളൊക്കെയും വളരെ മുൻപേ സഞ്ചരിച്ച ഇടവും കൂടിയാണ് മലബാർ എന്ന് നമ്മൾ കാണുന്നു. ഒരുപക്ഷെ വളരെ അടുത്ത് കഴിഞ്ഞ 2 ദിവസവും മറ്റോ കണ്ടൊരു വീഡിയോ ആണ്. അതിൽ ലോകത്തിലെ തന്നെ ലോക ഭൂപടങ്ങൾ പരിശോധിക്കുന്നതിൽ കോഴിക്കോട് വളരെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായി ലോക ഭൂപടത്തിൽ കോഴിക്കോട് രേഖപ്പെടുത്തുന്നതായിട്ട് അതിനെക്കുറിച്ചിട്ട് ഒരു ടോക്ക് നടത്തുന്നത് കാണുകയുണ്ടായി. പല അളവിൽ മലബാർ വളരെ പ്രധാനപ്പെട്ട സാംസ്കാരിക, സാമൂഹിക, വൈജ്ഞാനികമായ അതുപോലെ പരിണാമങ്ങൾ രൂപപ്പെടുത്തിയ, നവീകരണം രൂപപ്പെടുത്തിയ ഇടമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിയാണ് തിരുവരാം. മാധവ മാഷ് നേരത്തെ പറഞ്ഞ് അവസാനിപ്പിച്ചത് കേരളത്തിൻ്റെ ഈ ഭൂമിശാസ്ത്രപരമായ കേരളം, അതായത് ഭാഷാടിസ്ഥാനത്തിൽ രൂപപ്പെട്ട കേരളത്തിൽ തിരുവിതാംകൂറിനും കൊച്ചിയിൽ നിന്നും വ്യത്യസ്തമായ ഒരു സാമൂഹ്യ രാഷ്ട്രീയ ഘടനയായിരുന്നു സ്വാതന്ത്ര്യപൂർവ്വകാലത്ത് മലബാറിൽ നിലനിന്നിരുന്നതാണ്. കൊളോണിയൽ ഭരണത്തിന് കീഴിലായിരുന്നു മലബാർ. അവിടെയാണ് പറഞ്ഞ് അവസാനിപ്പിച്ചത്. ആ കൊളോണിയൽ ഭരണത്തിലായിരുന്നു മലബാർ എന്നുള്ളത് കൊണ്ട് തന്നെ സ്വാതന്ത്ര്യ സമരം ആ രീതിയിൽ ബ്രിട്ടീഷ് വിരുദ്ധ സമരമായി പരിണമിച്ച ഒരു ദേശം ഏറ്റവും ശക്തമായി, അതിൻ്റെ ഏറ്റവും അതിശക്തമായ രൂപം കണ്ടത് കേരളത്തിൽ മലബാറിലായിരിക്കും. മലബാർ വിപ്ലവത്തോടു കൂടിയൊക്കെ തന്നെ അതിൻ്റെ തുടർ ചർച്ചകൾ, അതുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയ വ്യാഖ്യാനങ്ങളൊക്കെ തന്നെ പിന്നീട് മലബാറിനെ കുറിച്ചുള്ള ഒരു ധാരണ രൂപപ്പെടുത്തുന്നതിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടാവില്ലേ? അങ്ങനെ നമുക്കത് അങ്ങനെയും കൂടി മനസ്സിലാക്കാം, അല്ലെ അങ്ങനെയും കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് ഞാൻ പറയാം. കൊളോണിയൽ ഭരണത്തിൻ്റെ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് കൊളോണിയൽ ഭരണത്തിൻ്റെ ഭാഗമായി മലബാർ പ്രദേശത്തെ എങ്ങനെ ഭരിക്കുക എന്നുള്ളതും മലബാറിനെ എങ്ങനെ എൻഗേജ് ചെയ്യുക എന്നുള്ളതും ബ്രിട്ടീഷുകാരുടെ ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി സ്വാഭാവികമായും ഒരു ഭൂരിപക്ഷം ജനസമൂഹം ഇവിടെ മലബാറിൽ മുസ്ലിം ജനസമൂഹങ്ങളായിരുന്നു. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇവിടുത്തെ പോപ്പുലസ് അല്ലെങ്കിൽ സബ്ജക്റ്റ് പീപ്പിൾ എന്ന് പറയുന്നു, ബ്രിട്ടീഷുകാരുടെ പ്രജകൾ എന്ന് പറയുന്നത് മലബാറിൽ കൂടുതലും മുസ്ലിങ്ങളായിരുന്നു. അതിൽ കൂടുതലും സാധാരണക്കാരായിട്ടുള്ള മുസ്ലിങ്ങൾ, കർഷകർ, കൈത്തൊഴിൽ വിഭാഗങ്ങൾ, മറ്റനുബന്ധമായ തൊഴിൽ വിഭാഗങ്ങൾ ആളുകളും, കുറച്ച് ജന്മിമാരും, ഇടനില സാമൂഹിക വിഭാഗങ്ങൾ, കച്ചവടക്കാരങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ആണെങ്കിൽ പോലും പരമ്പരാഗതമായിട്ടുള്ള ജന്മിമാർ കുറേയുണ്ട്. മറ്റൊന്ന് നമ്മൾ ഹിന്ദുക്കൾ എന്ന് വിളിക്കുന്ന മറ്റ് ജാതി വിഭാഗങ്ങൾ ഉള്ള ഒരു സമൂഹമാണ് മലബാറിലേത്. അപ്പോൾ സ്വാഭാവികമായും മലബാറിലെ മുസ്ലിം ജനവിഭാഗങ്ങളിൽ നിന്നാണ് ബ്രിട്ടീഷ് ഭരണത്തോടുള്ള ഒരു എതിർപ്പ്, അല്ലെങ്കിൽ അതിനോടുള്ള ഒരു എതിർപ്പ് എന്ന രീതിയിൽ ഉണ്ടായി വന്നത്. അതിനു മുമ്പേ തന്നെ ബ്രിട്ടീഷുകാരെ ഇവിടെ എതിർത്ത് നിന്ന ടിപ്പുവിൻ്റെ ഒരു 10-30 വർഷക്കാലത്തെ നേരിട്ടുള്ള ഭരണം മലബാറിലുണ്ടായിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൽ ടിപ്പു സുൽത്താൻ്റെ ഭരണകാലത്തിൽ മലബാറിൽ നടപ്പാക്കിയിട്ടുള്ള ചില ഭരണ നയങ്ങളുണ്ട്. ഭൂബന്ധങ്ങളിൽ ടിപ്പു ഏർപ്പെടുത്തിയ ഭൂനിയമങ്ങളുണ്ട്, പ്രത്യേകിച്ച് നികുതി വ്യവസ്ഥകളുണ്ട്. ടിപ്പു വരുന്ന ഒരു പ്രദേശത്തിലുള്ള സാമൂഹിക ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമാണ് അക്കാലത്ത് കേരളത്തിൽ മലബാറിലുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഭരണ നയങ്ങൾ സാമൂഹികമായ പല രീതിയിലുള്ള മാറ്റങ്ങൾക്ക് വഴി ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ജാതി പോലെയുള്ള, അയിത്തം പോലെയുള്ള ചില കാര്യങ്ങൾക്ക് പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും അത് ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ടിപ്പുവിൻ്റെ ഭരണം മലബാറിലെ സാമൂഹ്യ ജീവിതത്തിലും രാഷ്ട്രീയ ജീവിതത്തിലും വളരെ സ്വാധീനം ചെലുത്തി. ടിപ്പുവിനെ കീഴടക്കിയതിനു ശേഷം മലബാർ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ കീഴിലായി. ബ്രിട്ടീഷുകാർ ഭൂനികുതികൾ ഉൾപ്പെടെ പുതിയ രീതിയിലുള്ളൊരു ജന്മിത്വം ഉൾപ്പെടെ നടപ്പാക്കുകയും ബ്രിട്ടീഷ് ഭരണത്തെ സ്ഥിരപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ ബ്രിട്ടീഷുകാർക്ക് എതിരായിട്ടുള്ളൊരു ചെറുത്തുനിൽപ്പ് കൂടുതലും മലബാർ സമൂഹത്തിൽ, പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിൽ നിന്നുണ്ടായി വന്നത്. അതിന് ബൗദ്ധികമായി, രാഷ്ട്രീയമായി, ചിന്താപരമായി നേതൃത്വം കൊടുത്തത്
കൂടുതലും അന്നത്തെ ഇസ്ലാമിക പണ്ഡിതന്മാരായിരുന്നു പലരും. അതിന് വലിയ ദീർഘകാലം ഒരു ചരിത്രമുണ്ട്. മാത്രമല്ല കൊളോണിയൽ വിരുദ്ധമായിട്ടുള്ള ഒരു ആശയങ്ങൾക്കും പാരമ്പര്യത്തിനും മലബാറിൽ പോർച്ചുഗീസ് കാലഘട്ടം മുതൽ തന്നെ പോർച്ചുഗീസുകാർക്കെതിരായിട്ട് നടന്ന സമരങ്ങളും പ്രക്ഷോഭങ്ങളുടെയും ദീർഘമായിട്ടുള്ള ഒരു ചരിത്രം മലബാറിനുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ മറ്റ് ഭൂപ്രദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി, കൊച്ചിയിലോ തിരുവിതാംകൂറിൽ നിന്ന് വ്യത്യസ്തമായി സാമാന്യ ജനങ്ങളുടെ ഇടയിൽ നിന്നുണ്ടായി വന്ന ബ്രിട്ടീഷ് വിരുദ്ധമായ ആശയങ്ങൾ, അതിന് രാഷ്ട്രീയമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടും ധാരണയും നൽകുന്നതിൽ ഇവിടുത്തെ ഇസ്ലാമിക പണ്ഡിതന്മാർ വളരെ പ്രധാനപ്പെട്ട പങ്കുവച്ചിട്ടുണ്ട്. അതിന് ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഈ മധ്യകാലഘട്ടത്തിൽ മലബാറിലെത്തിയ, പശ്ചിമേഷ്യയിൽ നിന്നെത്തിയ ധാരാളം ഇസ്ലാമിക പാരമ്പര്യത്തിൽപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. ഇന്ന് ബാൽക്കൻ പ്രദേശം എന്ന് പറയുന്ന റഷ്യയുടെ ഭാഗമായിരുന്ന പ്രദേശങ്ങളിൽ നിന്ന് വന്നെത്തിയ ധാരാളം പണ്ഡിതന്മാരുണ്ട്. അപ്പോൾ അവരാണ് പിന്നീട് നമ്മളീ പറയുന്ന പല തങ്ങൾ പാരമ്പര്യം എന്ന സാധാരണ പല തങ്ങന്മാരും, പശ്ചിമേഷ്യയിൽ നിന്ന് വന്ന പല തങ്ങന്മാരുമാണ്, സിറിയയിൽ നിന്ന് വന്നവരുണ്ട്, അങ്ങനെ പല പ്രദേശങ്ങളിൽ നിന്നും, യമനിൽ നിന്ന് വന്ന പാരമ്പര്യമുള്ള ആളുകളുണ്ട്. പല പാരമ്പര്യങ്ങളുള്ള ഇസ്ലാമിക പണ്ഡിതന്മാർ. പൊതുവേ ഞാനതിനെ ഒരു തങ്ങൾ ദർഗ പാരമ്പര്യം എന്ന് ഞാൻ പൊതുവെ പറയാം. തങ്ങന്മാരുടെയും ദർഗകളുടെയും പാരമ്പര്യങ്ങളുണ്ട്. അപ്പോൾ മലബാർ സമൂഹത്തെ വേറൊരു രീതിയിൽ സാമൂഹികമായി ആധുനികവൽക്കരിക്കുവാൻ, സാമൂഹികമായിട്ടുള്ള ഒരു മനുഷ്യരുടെ തുല്യതയെക്കുറിച്ചും മനുഷ്യരുടെ നീതിയെക്കുറിച്ചും മനുഷ്യരുടെ സമഭാവനയെക്കുറിച്ചുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ ഈ തങ്ങന്മാർ വളരെ, ആ തങ്ങൾ പാരമ്പര്യം മലബാറിൽ വളരെയേറെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ആ സ്വാധീനമാകാം കൂടുതലും അത് സൂഫി പാരമ്പര്യങ്ങളായി പിന്നീട് പല രീതിയിൽ വളർന്നു വന്നിട്ടുണ്ട്. ആ പാരമ്പര്യമാകാം ഈ സാമൂഹ്യ പാരസ്പര്യത്തിനും മലബാറിൻ്റെ ചരിത്രപരവും സാംസ്കാരികവുമായിട്ടുള്ള ഒരു സവിശേഷമായിട്ടുള്ള അതിൻ്റെ സാമൂഹ്യ കർത്തൃത്വത്തിന് പ്രധാന പങ്ക് വച്ചിട്ടുള്ളത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാൽ ചോദ്യത്തിലേക്ക്, ചോദ്യത്തിൽ പൂർണ്ണമായിട്ടും വന്നില്ല, അതുകൊണ്ടാണ് ഉത്തരത്തിലേക്ക്. എന്നാൽ അങ്ങനെ ഉള്ള സാമൂഹ്യ പാരസ്പര്യവും തുറവുകളും മനുഷ്യരെ കൂട്ടി നിർത്തി ജീവിപ്പിക്കാൻ പറ്റുന്ന ഒരു സാംസ്കാരിക അന്തരീക്ഷം നിലനിന്ന ഒരു ഭൂപ്രദേശം നേരിട്ട് പാശ്ചാത്യമായ ഒരു അധിനിവേശത്തിൻ്റെ കീഴിലാവുകയും പാശ്ചാത്യമായിട്ടുള്ള ഭരണ നടപടിക്രമങ്ങൾ ഏർപ്പെടുത്തുകയും പാശ്ചാത്യമായിട്ടുള്ള ഒരു വൈദേശികമായിട്ടുള്ള ഒരു പരമാധികാരം, ബ്രിട്ടീഷുകാരുടെ ഒരു പരമാധികാരം ഇവിടെ ഏർപ്പെടുത്തുകയും ആ ഭരണ നടപടിക്രമങ്ങളിലൂടെ ഇവിടുത്തെ സമ്പദ് വ്യവസ്ഥയിൽ, സാമൂഹ്യ ക്രമത്തിൽ, അധികാര വ്യവസ്ഥയിൽ, ഭരണരൂപങ്ങളിൽ വളരെ വിദേശീയമായൊരു അവസ്ഥ അവർ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുമ്പോൾ അതിനെതിരെ വന്ന പ്രതിരോധങ്ങൾ കൂടുതലും ഇസ്ലാമിക പാരമ്പര്യത്തിൻ്റെ സ്വാധീനത്താൽ മുസ്ലിം സമൂഹത്തിൽ നിന്നാണ് ചെറുത്തുനിൽപ്പുകൾ ഉണ്ടായതുകൊണ്ട്. അതുകൊണ്ട് ഈ ചെറുത്തുനിന്ന മനുഷ്യരെ പല രീതിയിൽ അപരവൽക്കരിക്കുകയോ ചിത്രീകരിക്കുകയോ ചെയ്യുന്ന ഒരു രീതി ബ്രിട്ടീഷ് എഴുത്തുകളിൽ, ബ്രിട്ടീഷുകാരുടെ പ്രതിനിധാനങ്ങളിൽ, ബ്രിട്ടീഷുകാർ മുസ്ലിങ്ങളെ സംബന്ധിച്ചുണ്ടാക്കിയപ്പോൾ ഉദാഹരണം ജംഗിൾ മാപ്പിളാസ് എന്ന് പറയുന്ന ഒരു സംഘം, ജംഗിൾ കാട്ടുമാപ്പിളമാരെന്ന് പറയുന്ന സങ്കല്പം, അല്ലെങ്കിൽ ഇവർ ഫനാറ്റിക്കുകളാണ്, മതതീവ്രതയുള്ള വിശ്വാസി സമൂഹമാണ്, ആധുനികമായിട്ടുള്ള പാശ്ചാത്യമായിട്ടുള്ള ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഭാഷ, വിദ്യാഭ്യാസം, സംസ്കാരം തുടങ്ങിയ കാര്യങ്ങളോട് യാതൊരുവിധ വിട്ടുവീഴ്ച ചെയ്യാത്ത ഒരു കാടന്മാരാണെന്നുള്ള ഒരു സങ്കല്പം ബ്രിട്ടീഷുകാരുടെ എഴുത്തുകളിലും അവരുടെ ഭരണ നടപടിക്രമങ്ങളിലുമാണ് അത് ഉപയോഗിച്ചത്. അങ്ങനെ നിങ്ങൾ എതിർക്കുന്ന ആളുകളെ അപരരായി, മോശക്കാരായി, കുഴപ്പക്കാരായി ചിത്രീകരിക്കുകയും അങ്ങനെയുള്ള ആളുകളെ അടിച്ചമർത്താൻ വേണ്ടിയുള്ള നയങ്ങൾ പിന്നീട് രൂപപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മലബാറിനെ പൊതുവേ, മലബാറിലെ മുസ്ലിങ്ങളെ സവിശേഷമായി ഒരപര ഭൂപ്രദേശമായും ഒരപര ജനസമൂഹമായി ചിത്രീകരിക്കുന്ന രീതി ആരംഭിച്ചത് യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാരുടെ ഭരണകാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ഒരു പ്രതിനിധാന വ്യവസ്ഥയുടെ ഭാഗം, ചിത്രീകരണത്തിൻ്റെ ഭാഗമായിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി. അതിന് പിന്നീട് പലതരത്തിലുള്ള തുടർച്ചകളുണ്ടായി എന്നുള്ളതാണ്. പിന്നീട് പല തുടർച്ചകളുണ്ടായിട്ടുണ്ട്, നമുക്ക് സംസാരിക്കാം. പലതരത്തിലുള്ള രാഷ്ട്രീയ കാഴ്ചപ്പാടുകളുടെ ഭാഗമായൊക്കെ തന്നെ അതിനെ പുതിയ രീതിയിൽ വ്യാഖ്യാനിക്കുകയും പുതിയ വ്യാഖ്യാനങ്ങൾ അല്ലെങ്കിൽ ആരോപണങ്ങൾ, ചിത്രീകരണങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് വർത്തമാനകാല യാഥാർത്ഥ്യമാണ്. മനോജ് മാഷിലേക്ക് വരികയാണെങ്കിൽ, മാഷേ, ഇപ്പോൾ മലബാർ എന്നുള്ളൊരു ഭൂമിശാസ്ത്രപരമായ ഒരു എൻറ്റിറ്റി, അതിനെ അങ്ങനെ മലബാർ എന്ന ഭൂമിശാസ്ത്രപരമായ എൻറ്റിറ്റിയെ കാണുമ്പോഴും സംസാരിക്കുമ്പോഴും
പോലും അതിലൊരു റിലീജിയസ് എൻറ്റിറ്റി കൂടെ ഉൾച്ചേർന്ന് വരും, അല്ലെങ്കിൽ ഒരു റിലീജിയസ് ഒരു മത പശ്ചാത്തലത്തിൻ്റെ ഒരു ഷാഡോ ഈ പ്രയോഗത്തിൽ, ഈവൻ ഭൂമിശാസ്ത്രം ഒരു 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 ഭൂപ്രദേശത്തെ വിവരിക്കുമ്പോൾ പോലും അത് വരുന്നുണ്ടോ? അതിൻ്റെ ഒരു പ്രശ്നം പൊതുവെ പ്രത്യേകിച്ച് ഇസ്ലാമോഫോബിയൊക്കെ നിൽക്കുന്ന ഒരു വർത്തമാന ഘട്ടത്തിൽ മലബാറിനെ മുസ്ലിം കണ്ണിലൂടെ കാണുക എന്നുള്ള, അല്ലെങ്കിൽ മലബാറിനെ കാണുന്നത് മുസ്ലിങ്ങളായിട്ട് കാണുക എന്ന് പറയുന്നത് അത് എത്രത്തോളം ശരിയാണ്? മലബാറിൽ ഈ പാരസ്പര്യം ഉണ്ട്, ഈ എല്ലാ മതവിഭാഗങ്ങൾക്കും വലിയ സ്വാധീനമുണ്ട്, എല്ലാ മതവിഭാഗങ്ങളിൽ നിന്നും പണ്ഡിതന്മാരും സാഹിത്യകാരന്മാരും സാംസ്കാരികകാരന്മാരും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മലബാർ എന്നുള്ളത് ഒരു മുസ്ലിം ഒരു 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 എന്താ പറയുക, ഒരു കാഴ്ചപ്പാടിൽ കാണുക എന്ന് പറയുന്ന ഒരു പ്രശ്നമില്ലേ? രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഈ സൂഫി പാരമ്പര്യത്തെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ നമുക്ക് അറിയാവുന്നതുപോലെ 14-15-17 നൂറ്റാണ്ടിലെ കുഞ്ഞാൻ മുസ്ലിയാർ രൂപപ്പെടുത്തുന്ന ഒരേ സമയത്ത് അദ്ദേഹം ഒരു ഹാസ്യരൂപത്തിലും അതുപോലെ തത്വശാസ്ത്രപരമായും ഫിലോസഫിക്കലായും അദ്ദേഹം രൂപപ്പെടുത്തുന്ന കപ്പപ്പാട്ട് പോലെ വരുന്ന പ്രധാനപ്പെട്ട 3 കൃതികൾ നമ്മൾ കുഞ്ഞാൻ മുസ്ലിയാർ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ വളരെ പിൽക്കാലത്ത് വളരെ ജനപ്രിയമായി വികാസം നേടിയ മോയിൻകുട്ടി വൈദ്യർ രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ള മാപ്പിളപ്പാട്ടിൻ്റെയും ഇശലുകളുടെയും ഒരു വലിയ ഒരു വിവിധ ഗാന ശാഖകളും സാഹിത്യ ശാഖകളും ഏറ്റെടുത്ത ഒരു സാഹിത്യ കലാരൂപത്തെ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ 10ാം നൂറ്റാണ്ടിലോ 12ാം നൂറ്റാണ്ടിലോ ഉള്ള ഹാസി മുസ്ലിയാർ അല്ലെങ്കിൽ ഹാളി മുസ്ലിയാർ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു എഴുത്തുകാരനെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇത് മൂന്ന് കാലഘട്ടങ്ങളിലാണ് നമ്മൾ കാണുന്നത്. ഇത് നമ്മളോട് പറയുന്നത് വളരെ വലിയ ഒരു മാപ്പിള സാഹിത്യത്തിൻ്റെ കലയുടെ ഒരു വലിയ ജനകീയ അടിത്തറ മലബാറിൽ വികസിച്ചു വന്നിരുന്നു എന്നാണ് നമ്മൾ ഈ ദീർഘമായ കാലഘട്ടത്തിലെ ഈ 2-3 ഉദാഹരണങ്ങൾ തന്നെ നമ്മളോട് സൂചിപ്പിക്കുന്നത്. നിരവധി എഴുത്തുകാരും നിരവധി കലാകാരന്മാരും നിരവധി സാഹിത്യ പ്രവർത്തനങ്ങളും സാഹിത്യ സംവിധാനങ്ങളും ഒക്കെ ഉള്ള ഒരു വലിയ സാംസ്കാരിക ഇടത്തിൻ്റെ സൂചനയാണ് നമ്മളോട് അത് പറയുന്നത് എന്നുള്ളതാണ്. മറ്റൊന്ന് അറബി മലയാള സാഹിത്യം തന്നെയാണ്. ഇപ്പം നിലവിൽ ഒരു പക്ഷേ 500-ന് മുകളിൽ വരുന്ന ലഭ്യമായിട്ടുള്ള അറബി മലയാള സാഹിത്യ രചനകൾ വിവിധ മദ്രസകളിലോ അല്ലെങ്കിൽ വിവിധ വൈജ്ഞാനിക കേന്ദ്രങ്ങളിലോ അത് സൂക്ഷിക്കപ്പെടുന്നുണ്ട്, അത് പഠിക്കപ്പെടുന്നുണ്ട്, ഗവേഷണം ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ അറബി മലയാള സാഹിത്യം നമ്മളോട് പറയുന്ന ഏറ്റവും വലിയൊരു കാര്യം അത് രൂപപ്പെടുന്ന കാലഘട്ടത്തിലെ സാഹിത്യത്തിലെ ഏറ്റവും നവീനമായ പല മാതൃകകളും മുന്നോട്ട് വെച്ച ഒരു സാഹിത്യ രൂപം കൂടിയായിരുന്നു അറബി മലയാള സാഹിത്യം എന്നാണ്. അഥവാ പിൽക്കാലത്ത് രൂപപ്പെട്ട നോവൽ പോലെയുള്ള രചനയുടെ മാതൃക പോലും നമുക്ക് അറബി മലയാള സാഹിത്യത്തിൽ രൂപപ്പെട്ടിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിനർത്ഥം ലോക സാഹിത്യത്തിൻ്റെ പല മാറ്റങ്ങളും അല്ലെങ്കിൽ ലോക സാഹിത്യത്തിന് രൂപപ്പെട്ടിട്ടുള്ള പല മാതൃകകളും കേരളത്തിൽ അറബി മലയാള സാഹിത്യം പരിചയപ്പെടുത്തുകയും രചനകൾ നിർവഹിക്കുകയും ചെയ്തിരുന്നു എന്നുകൂടി നമ്മൾ കാണുന്നുണ്ട്. പിന്നെ മറ്റൊന്ന് അഷ്റഫ് മാഷ് സൂചിപ്പിച്ച രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കൂടി ഞാൻ വരാമെന്ന് വിചാരിക്കുന്നു. അത് മാധവ മാഷ് പറഞ്ഞ ഈ എന്തുകൊണ്ടാണ് മലബാറിന് ഒരു പുതിയ അല്ലെങ്കിൽ വേറിട്ട് നിർത്തുന്ന ഒരു പാരായണം ഉണ്ടാവുന്നത് എന്ന ചോദ്യമാണ്. അതിൽ ഞാൻ മനസ്സിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് മലബാറിലെ പല തരത്തിലുള്ള ഇസ്ലാമിക് പണ്ഡിതന്മാരുടെയും ഇസ്ലാമിക് വൈജ്ഞാനിക ഇടങ്ങളുടെയും ആത്മാർത്ഥമായ ഒരു പ്രവർത്തനത്തിൻ്റെ ഒരു ഹിസ്റ്ററി, ഒരു ചരിത്രം നമ്മൾ കാണുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു പക്ഷേ 10ാം നൂറ്റാണ്ടിലോ അതല്ലെങ്കിൽ അതിൻ്റെ പല ശ്രേണികളിലും
ഒരു ശരാശരി ഇന്ത്യൻ മനുഷ്യൻ്റെ ജീവിതം പൂർണ്ണമായും മതാത്മകവും ജാതിബദ്ധവുമായിരുന്നു എന്നുള്ളതാണ്. ഒരു ശരാശരി കേരളീയൻ്റെ ജീവിതം പൂർണ്ണമായും ജാതിബദ്ധമായിരുന്നു എന്നുള്ളതാണ്. ഈ ജാതിബദ്ധമായ ജീവിതം എന്ന് പറയുന്നത് ഒരു വലിയ വിഭാഗം മനുഷ്യരെ അവരുടെ അധ്വാനത്തെ നിരന്തരം ചൂഷണം ചെയ്തുകൊണ്ട് അവരെ ഒരു വിധത്തിലും അവരുടെ നവീകരണം സാധ്യമല്ലാത്ത തരത്തിൽ അതിനൊരു ഫിലോസഫി തത്വശാസ്ത്രം നിർമ്മിച്ചുകൊണ്ട് അവരെ നിശബ്ദമാക്കിയിരുന്ന ഒരു ഭൂമികയിലേക്കാണ് ഇസ്ലാം ട്രഡീഷൻ രൂപപ്പെടുന്നത്, അതിൻ്റെ വൈജ്ഞാനം രൂപപ്പെടുന്നത്, അതിൻ്റെ മതപരമായ വഴികൾ രൂപപ്പെടുന്നത്, പല തരത്തിലുള്ള സൂഫി വര്യന്മാർ വരുന്നത്, സൂഫി ചിന്തകൾ വരുന്നത്, ഇസ്ലാം പണ്ഡിതന്മാർ വരുന്നത്. അവർ ഇത്തരത്തിലുള്ള അതിർവരമ്പുകളിൽ നിന്നും മാറി നിന്നു എന്നുള്ളതാണ്. അവർ കണ്ട കേരളത്തിലെ അവർ കണ്ട സാമൂഹികമായ ഇടങ്ങളിൽ നിന്നും അവർ മാറി നിൽക്കുകയും അവർ മറ്റിതര സൂഫി പ്രവർത്തകർ ഉത്തരേന്ത്യയിലും ഒക്കെ ചെയ്തതുപോലെ തന്നെ അവർ എല്ലാ മനുഷ്യരെയും ചേർത്ത് നിർത്തുന്നതിനോ, എല്ലാ മനുഷ്യരെയും കൂട്ടി നിർത്തുന്നതിനോ, എല്ലാ മനുഷ്യരെയും അഡ്രസ്സ് ചെയ്യുന്നതിനോ ശ്രമിച്ചു എന്നുള്ളതാണ്. ഒരു പക്ഷേ അത് വളരെ പരിമിതിയോടുകൂടിയായിരിക്കാം. പക്ഷെ അത്തരം ഒരു പ്രാക്ടീസ് പോലും ഇല്ലാത്തവരിടമായിരുന്നു പൊതുവെ ഇന്ത്യയും കേരളവും മലബാറും എന്നതാണ് ഒരു യാഥാർത്ഥ്യം. അവിടെ നിന്നും രൂപപ്പെടുന്ന ഒരു വ്യക്തിത്വം, അവിടെ നിന്ന് രൂപപ്പെടുന്ന ഒരു സമൂഹ നിർമ്മിതി പ്രധാനമായും നമ്മൾ ആ സമൂഹ നിർമ്മിതിയെ നമ്മൾ കാണുന്നത് മാധവ മാഷ് പറഞ്ഞതുപോലുള്ള ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളിലാണ്. ഒരുപക്ഷെ ഒരു വ്യക്തിത്വവും ഇല്ലാതിരുന്ന ഒരു ആത്മാഭിമാനവും ഇല്ലാതിരുന്ന മനുഷ്യർക്ക് ആത്മാഭിമാനത്തിൻ്റെ ഒരു ചെറിയ കണികയെങ്കിലും നൽകുവാൻ നടത്തുന്ന ഈ ഒരു പരിവർത്തനം പ്രധാനപ്പെട്ടതാണ്. ആ ഒരു പരിവർത്തനമാണ് പലപ്പോഴും മലബാറിനെ പ്രതിസ്ഥാനത്ത് നിർത്തി കാണുവാൻ, പ്രതിസ്ഥാനത്ത് നിർത്തി വായിക്കുവാൻ പലരെയും പ്രേരിപ്പിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അതിനു മുമ്പ് നമ്മൾ ഇന്ത്യൻ ചരിത്രത്തിലെ പല മൂവ്മെൻറ്റുകളിൽ പരിശോധിച്ചാലും ഒരുപക്ഷെ 1920 ബ്രിട്ടീഷ് വിരുദ്ധ മലബാർ സമരം ഉദാഹരണമാക്കി എടുത്താൽ അതിനു മുൻപ് ഒരുപക്ഷെ അത്തരത്തിലുള്ള ഒരു സമൂഹം, കർഷകരും തൊഴിലാളികളും സാധാരണക്കാരും മതപണ്ഡിതന്മാരും ഒക്കെ സ്ത്രീകളും ഒക്കെ ചേർന്ന് നിന്നുകൊണ്ടുള്ള ഒരു പൊതു സമൂഹ നിർമ്മിതി ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ വളരെ അപൂർവമാണെന്ന് നമുക്ക് കാണാം. അവിടെ ഒരുപക്ഷെ ഇസ്ലാം ആശയം, അതിൻ്റെ വൈജ്ഞാനിക ധാര, അതിൻ്റെ മാനവികത, അതിൽ ഇസ്ലാം പണ്ഡിതന്മാർ പുലർത്തിയ വളരെ ബൃഹത്തായ ജനാധിപത്യപരമായ ജനകീയമായ മനുഷ്യരെ ചേർത്ത് നിർത്തുന്ന ശ്രമങ്ങൾ അതിൻ്റെ പ്രതിഫലമായിരുന്നു. ഈ പ്രതിഫലനത്തെയാണ് പലപ്പോഴും വിമർശനപരമായി മലബാറിനെ വിമർശനപരമായി കാണുവാൻ ചിലരെയെങ്കിലും പ്രേരിപ്പിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് മലബാറിന് മാത്രമല്ല, ഈ ഏറ്റവും അടുത്ത് ഒരു റാപ്പ് സംഗീതം ആലപിക്കുന്ന വേടൻ എന്ന പേരിലുള്ള ഒരു കലാകാരൻ, അയാൾ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ എത്രമാത്രം അയാൾ അപമാനിതനാകാനും അയാൾ സൈഡ് ലൈൻ ചെയ്യപ്പെടുന്നതിനും കുറ്റവാളിക്ക് സമാനമായി മാറുന്നതിനും കാരണമാകുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അധികാര സംവിധാനങ്ങളുടെ, വ്യവസ്ഥാപിതമായ അധികാര സംവിധാനങ്ങളുടെ, സാംസ്കാരിക രൂപങ്ങളുടെ പല ഇടങ്ങളെയും ഏതൊക്കെയോ വിധത്തിൽ ഒരുപക്ഷെ മാറി ചിന്തിക്കുന്നതിന് മലബാറിലെ വൈജ്ഞാനിക ഇടങ്ങൾക്ക്, പ്രത്യേകിച്ചും ഇസ്ലാമിക് ആശയങ്ങളിൽ നിന്ന് രൂപപ്പെടുന്ന, ഫിലോസഫിയിൽ നിന്ന് രൂപപ്പെടുന്ന, തത്വചിന്തകളിൽ നിന്ന് രൂപപ്പെടുന്ന സാമൂഹിക നിർമ്മിതിക്ക് സാധിച്ചതാവാം ഒരുപക്ഷെ മലബാറിന് മേൽ നിരന്തരമായ ഒരു പഴി ഉണ്ടാവുന്നതെന്നാണ് ഞാൻ കാണുന്നത്. തീർച്ചയായും മാധവ മാഷ്, തീർച്ചയായും ഇതൊരു പ്രശ്നമാണ്. ഒന്ന്, നിലവിലിരിക്കുന്ന അധികാര വ്യവസ്ഥയെ ചോദ്യം ചെയ്യുന്ന ജനങ്ങളുണ്ടാകുമ്പോൾ സ്വാഭാവികമായും അധീശത്വ വ്യവസ്ഥ എപ്പോഴും അവരെ അവരെ ഡമണൈസ് ചെയ്യുകയും അവരെ കുറ്റവാളിവൽക്കരിക്കുകയൊക്കെ ചെയ്യുന്നത് സ്വാഭാവികമാണ്. അത് ബ്രിട്ടീഷ് ആഖ്യാനങ്ങൾ അതിനുശേഷം വന്ന മലബാറിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് രൂപപ്പെടുത്തുന്നതിൽ സ്വാധീനിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അത് അധികം ഇനി അതിലേക്ക് നമുക്ക് പോകാൻ സമയമല്ല. നോട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് നമ്മൾ എടുക്കാം. ഞാൻ അതിൽ നിന്ന് മാറി കുറച്ചുകൂടി വ്യക്തിപരമായി, ഇപ്പോൾ രണ്ടുപേരും, മാധവ മാഷും മനോജ് മാഷും മധ്യ കേരളത്തിൽ നിന്ന് മലബാറിൽ വന്ന് ജോലി ചെയ്ത് ഇവിടെ ജീവിക്കുന്ന ആളുകളാണ്. ഞാൻ മലബാറിൽ നിന്ന് മധ്യ കേരളത്തിൽ കോട്ടയത്ത് പോയി ഒരു 5-10 വർഷം പഠിച്ച ഒരാളാണ്. അപ്പം ഞാൻ കോട്ടയത്ത് പോയപ്പോൾ എനിക്കുണ്ടായ അനുഭവം, ഞാൻ കോഴിക്കോടുകാരനാണ്, പക്ഷേ എന്നെ മലപ്പുറത്തുകാരനായിട്ടേ അവർ
പരിഗണിക്കുള്ളൂ. എപ്പോഴും മലപ്പുറത്തുകാരനാണ് വിശേഷിപ്പിച്ചത് എന്ന് മാത്രമല്ല, എന്നോട് അന്ന് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത് ആറന്മുളക്കാരിയാണ്, മാഷ് അറിയുണ്ടാവും, ഞാൻ പേര് പറയുന്നില്ല, അയ്യാറിലുണ്ടായിരുന്നേ. അവരുടെ ഒരു അയൽവാസി, ഒരു ആശാരിയാണ്. അദ്ദേഹം മലപ്പുറത്തേക്ക് ജോലിക്ക് വരാൻ നിന്നപ്പം അദ്ദേഹത്തിൻ്റെ അമ്മ കെട്ടിപ്പിടിച്ച് കരഞ്ഞു എന്നാ. അയ്യോ, എങ്ങോട്ടാണ് ഈ പോകുന്നത്, നീ ഒന്ന് സൂക്ഷിക്കണം മോനെ, വല്ലാത്തൊരു സ്ഥലമാണ്. ഈ ഒരു ധാരണ ഇപ്പോഴും രാജ്യത്തിൻ്റെയോ അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ തന്നെയോ ചില മേഖലകളിൽ ചില ആളുകൾക്കെങ്കിലും ഉണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അപ്പം മാധവ മാഷ് ഏറെക്കാലമായി കോഴിക്കോട് മലപ്പുറത്തായിട്ട് താമസിക്കുന്നു. മാഷയുടെ ഒരു വ്യക്തിപരമായ അനുഭവം എങ്ങനെയാണ്? മലബാറിനെ സംബന്ധിച്ചല്ലേ? മലബാറിനെ ഞാനിപ്പോൾ ഒരു 25 വർഷമായി ഞാനിപ്പോൾ മലബാറിൽ വന്ന് താമസിക്കുന്ന ഒരാൾ. ഞാൻ മധ്യ കേരളത്തിൽ വന്ന തിരുവിതാംകൂറുകാരനാണ്, ബേസിക്കലി വടക്കൻ തിരുവിതാംകൂറുകാരനാണ്. ഞാനും മാനോജ മാഷൊക്കെ തിരുവിതാംകൂറുകാരാണ് പരമ്പരാഗതമായ. പക്ഷെ ഞങ്ങൾ മലബാർ വന്ന് താമസിക്കുന്നു, ഇവിടെ ജോലിക്ക് വേണ്ടി വരുന്നു. ഞങ്ങൾ രണ്ടുപേരും സർവകലാശാലയിലെ അധ്യാപകരാണ്. അപ്പോൾ അങ്ങനെ രീതിയിലുള്ള ഒരു അനുഭവം ഒരു തലമുണ്ട്. മലബാറിലെ സാമാന്യ മനുഷ്യരുമായി ഇടപെട്ട വേറൊരു അനുഭവമുണ്ട്. മറ്റൊന്ന്, മലബാറിലെ പലതരത്തിലുള്ള വൈജ്ഞാനികത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളോട്, ഇവിടുത്തെ വിജ്ഞാന പ്രവർത്തനങ്ങളോട്, സാംസ്കാരിക രൂപങ്ങളോട്, അങ്ങനെ വ്യത്യസ്ത രീതിയിലുള്ള ആളുകളുമായി ഇടപെട്ടുള്ള ഒരു സാമൂഹിക ജീവിതത്തിൻ്റെ ഭാഗമായി തീർന്നതിനെ തുടർന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ചു, സാമൂഹിക പാരസ്പര്യവും സാമൂഹിക തുറവുകളും ഏറ്റവും കൂടുതൽ പുലർത്തുന്ന ഒരു സമൂഹമാണ് മലബാറിലെ എല്ലാ മനുഷ്യരും. മുസ്ലിങ്ങൾ മാത്രമല്ല, എല്ലാവരും. മലബാറിലെ പാരമ്പര്യം മലബാറിൻ്റെ ഒരു പാരമ്പര്യമാണ്. അത് കേവലം മുസ്ലിങ്ങളുടെ മാത്രമുള്ള ഒരു പാരമ്പര്യമല്ല, മറിച്ച് മുസ്ലിങ്ങൾ കൂടുതലുള്ള ജനസമൂഹങ്ങളായതുകൊണ്ട് അതിൽ സ്വാഭാവികമായും ചരിത്രപരമായി രൂപപ്പെട്ടു വന്ന ഒരു മുസ്ലിം സംസ്കാരത്തിൻ്റെ എല്ലാ തരത്തിലുള്ള സ്വാധീനം മലബാർ സമൂഹത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. അത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ചരിത്രപരമായി രൂപപ്പെട്ട ഒരു കരുതലിൻ്റെയാണ്. മറ്റ് മനുഷ്യരെ സഹാനുഭൂതിയോടുകൂടി, പാരസ്പര്യത്തോടുകൂടി, സ്നേഹത്തോടുകൂടി, കരുതലോടുകൂടി കാണുന്ന ഒരു മാനവിക ബോധം. ആ മാനവികതാ ബോധത്തിന് അടിസ്ഥാനപരമായി ഇവിടെ നീതി, കരുണ, അനുകമ്പ, സാമൂഹികമായ സമത, തുല്യത തുടങ്ങിയതിനെ കുറിച്ചുള്ള ആശയങ്ങൾ ഏറിയും കുറഞ്ഞും ഇവിടുത്തെ മനുഷ്യരിൽ ഉണ്ട്. അതിൻ്റെ കാരണം സൂഫി പാരമ്പര്യങ്ങളുണ്ട്, ഇസ്ലാമിക പാരമ്പര്യങ്ങളുണ്ട്, മറ്റു പല രീതിയിലുള്ള ഈ നാടിൻ്റെ സവിശേഷമായത്. അതാണ് ഈ നാടിൻ്റെ അസ്തിത്വം എന്ന് പറയുന്നത്. മലബാറിൻ്റെ ഒരു സവിശേഷമായ സാമൂഹ്യ അസ്തിത്വം എന്ന് പറഞ്ഞ് ഇവരുടെ മനുഷ്യർ മറ്റു മനുഷ്യരോട് പുലർത്തുന്ന സഹാനുഭൂതിയുടെയും പാരസ്പര്യത്തിൻ്റെയും കരുതലിൻ്റെയും കാഴ്ചപ്പാടിൻ്റെ ഒരു രീതിയാണ്. അപ്പോൾ ഇതിനെ ഒന്നും കാണാതെയാണ് ഈ പുറമേ നിന്നുള്ള ഒരു കാഴ്ചയാണ് മലബാറിനെ സംബന്ധിച്ച്. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ കേരളത്തിന് വെളിയിലാണെങ്കിലും അതിൻ്റെ കാരണം ഞാൻ ആദ്യം സൂചിപ്പിച്ച ബ്രിട്ടീഷുകാരുണ്ടാക്കിയിട്ടുള്ള മലബാർ എന്ത് പ്രദേശം മുസ്ലിങ്ങളുടെ ഒരു പ്രദേശമാണ്. മുസ്ലിങ്ങളൊക്കെ കുഴപ്പക്കാരാണ്. മുസ്ലിങ്ങൾ കുഴപ്പക്കാരാണെന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരോട് കുഴപ്പം കാണിച്ചതുകൊണ്ടാണ്, മനസ്സിലായത്? അല്ലെങ്കിൽ പാശ്ചാത്യ വിരുദ്ധതയാണ്. ഒരു കാലത്ത് ബ്രിട്ടീഷുകാരോടും പാശ്ചാത്യ വിരുദ്ധതയും ആയിരുന്നു മലബാറിലെ ബ്രിട്ടീഷ് വിരുദ്ധ മനസ്സുള്ള മനുഷ്യരുടെ പൊതുവായിട്ടുള്ള വികാരം, അവരുടെ രാഷ്ട്രീയ ആശയം എന്ന് പറയും. അപ്പോൾ സ്വാഭാവികമായി പിന്നീട് ആധുനിക സമൂഹം രൂപപ്പെട്ടപ്പോൾ നമുക്ക് പാശ്ചാത്യമായത് ശരിയും എന്ന് പറയാൻ കാരണം പല കാരണങ്ങളുണ്ടാവാം. ഭരണനയങ്ങളാവാം, നമ്മൾ സ്വീകരിച്ച ഗവൺമെന്റൽ നയങ്ങളാവാം, പല രീതിയിലും. പാശ്ചാത്യമായത് എല്ലാം തെറ്റാണെന്ന അർത്ഥത്തിലല്ല, പൗരസ്ത്യമായതെല്ലാം ശരിയാണെന്ന അർത്ഥത്തിലല്ല. അപ്പം സ്വാഭാവികമായും ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ആധുനികമായ സംഭവങ്ങളെല്ലാം ശരിയും. ഇവിടെ ഉണ്ടായിരുന്ന പലതും, പ്രത്യേകിച്ച് മുസ്ലിം സംസ്കാരം, ഇസ്ലാമിക പാരമ്പര്യങ്ങളെല്ലാം തെറ്റാണെന്നും കാണുന്ന ഒരു മനോഭാവത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ മലബാറിന് മോശപ്പെട്ടതാണ്, മലബാറിലെ മനുഷ്യർ കുഴപ്പക്കാരാണ്, പിന്നോക്കരാണ്, സംസ്കാരമില്ലാത്തവരാണ്, സാമൂഹ്യമായി പിന്നണിയിൽ നിൽക്കുന്നവരാണ് എന്നുള്ള ബോധം കിടക്കുന്നതിൽ ചരിത്രപരമായി വേര് കിടക്കുന്നതാണ്. മറിച്ച് ഇവിടെ മലബാറിലെ മനുഷ്യരുടെ സാമൂഹ്യ പാരസ്പര്യങ്ങളും അവരുടെ മനുഷ്യരോടുള്ള തുറവും ആ കരുതലും നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ മലബാറിൻ്റെ മനസ്സ് എന്ന് പറയുന്നത് മനുഷ്യനെ തുല്യതയോടുകൂടിയും സഹാനുഭൂതിയോടും കൂടി കാണുന്ന ഒരു സാമൂഹിക മനസ്സാണ്. മലബാറിൻ്റെ സാമൂഹിക മനസ്സ് എപ്പോഴും മനുഷ്യനെ തുല്യതയോടുകൂടിയും അനുകമ്പയോടും കൂടി ഒരു കാണുന്ന മനസ്സാണ്. അതാണ് നമ്മൾ
നിലനിർത്തുന്നത്. അതിനെയാണ് നമ്മൾ സാമൂഹികമായ വൈവിധ്യം എന്ന് പറയുന്നത്. സാംസ്കാരികവും സാമൂഹികവുമായ വൈവിധ്യം. ആ വൈവിധ്യം കേരളത്തിലെ മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യരുടെ ദൈനംദിന ജീവിതത്തിൽ, മലബാറിലെ മനുഷ്യരുടെ ദൈനംദിന ജീവിതത്തിൽ ഇപ്പോഴും അത് പുലർത്തുന്നുണ്ട് എന്നാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളൊരു കാര്യം. ശരി, അവസാനമായി മനോജ് മാഷയുടെ ഇപ്പോൾ മലബാറിൻ്റെ സാമി സൂഫി പാരമ്പര്യത്തെക്കുറിച്ച് മനോജ് മാഷയുടെ ഒരു കമൻറ്റോട് കൂടി നമുക്ക് ചർച്ച അവസാനിപ്പിക്കാൻ തോന്നുന്നു. നമുക്ക് മമ്പുറം തങ്ങന്മാർ മുന്നോട്ട് വെച്ച വളരെ പ്രധാനപ്പെട്ട മാതൃകകളുണ്ട്. ഒന്ന്, ഒരുപക്ഷെ മലബാറിലെ സാധാരണ കുടുംബങ്ങളിലെ കുട്ടികൾക്ക് എഴുത്തിരുത്തുവാനുള്ള അഥവാ എഴുത്തോ പഠനമോ സാധ്യമല്ലാതിരുന്ന ചില ആശയങ്ങൾ പ്രബലമായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് തങ്ങന്മാർ അത്തരം ഇടങ്ങളിലെ കുട്ടികൾക്ക് എഴുത്തിരുത്തുവാൻ വേണ്ടിയിട്ടുള്ള ഒരാശയം, ഒരു പ്രയോഗ പദ്ധതി തന്നെ മുന്നോട്ട് വെച്ചത്. അപ്പോൾ എനിക്ക് പരിചയമുള്ള ഒരു കോളേജ് അധ്യാപകൻ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം മുസ്ലിമല്ല, ഒരു ദലിത് കുടുംബത്തിൽപ്പെട്ട ഒരു അധ്യാപകനാണ്. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പിതാവ് അദ്ദേഹത്തെയും കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയും എഴുത്തിരുത്തുവാൻ മമ്പുറത്ത് പോയിരുന്നു. കുട്ടിയായിരുന്ന കാലഘട്ടത്തിൽ താനും പോയതിൻ്റെ അനുഭവം അദ്ദേഹം പങ്കുവെക്കുകയുണ്ടായി. അതുപോലെ കളിയാട്ടക്കാവ് പോലെയൊക്കെയുള്ള തദ്ദേശ മനുഷ്യരുടെ വളരെ ജനകീയമായിട്ടുള്ള പല ഉത്സവങ്ങളെയും ആഘോഷങ്ങളെയും അത് നിലനിർത്തുന്നതിനും കൊണ്ടുപോകുന്നതിനും മലബാറിലെ മുസ്ലിം പണ്ഡിതന്മാരും പ്രത്യേകിച്ച് തങ്ങന്മാർ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളും അതിൻ്റെ തുടർച്ചയും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ പല അർത്ഥത്തിൽ സാധാരണ ജനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന, അവരെ കൂട്ടിപ്പിടിക്കുന്ന ഒരു സങ്കല്പമാണ് ഒരുപക്ഷെ ഏതർത്ഥത്തിലും ഒരു ഇസ്ലാമിക് അല്ലെങ്കിൽ സൂഫി പാരമ്പര്യത്തിൽ നമ്മൾ കാണുന്നത്. അതിൻ്റെ വലിയ രൂപങ്ങൾ, വലിയ പ്രവർത്തന ഇടങ്ങളായിട്ടാണ് നമ്മൾ മലബാറിൻ്റെ ശരാശരി സാമൂഹികമായ ജീവിതത്തെ എപ്പോഴും നമ്മൾ കാണുന്നത്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ കോന്തുനായരും മമ്പുറം തങ്ങളും സൗഹാർദ്ദത്തിൽ ആകുന്നത് പോലും അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം. ആ അർത്ഥത്തിൽ ഒരുപക്ഷെ മലബാറിൻ്റെ സാംസ്കാരികവും സാമൂഹികവും കലയും ഒക്കെ ഒരുപക്ഷെ നമുക്ക് പുതിയ അർത്ഥത്തിൽ നമുക്ക് പരിശോധിക്കുകയും അതിലെ സൗഹൃദങ്ങളെക്കുറിച്ചിട്ടുള്ള പുതിയ പാരായണങ്ങൾ രൂപപ്പെടുത്തുവാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. അതിൻ്റെ ആ കേന്ദ്രസ്ഥാനത്ത് സൂഫി ധാരകൾ നമുക്ക് കാണുവാൻ സാധിക്കുമെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായും സാംസ്കാരിക സമന്വയത്തിൻ്റെ, ദീനാനുകമ്പയുടെ, സഹാനുഭൂതിയുടെ ഒരു വിശാലമായ മാനവികതാ ബോധത്തിൻ്റെ ഒരു പാരമ്പര്യം തന്നെയാണ് മറ്റേത് പുരോഗമന സമൂഹത്തെ പോലെയും ഭൂമിശാസ്ത്രപരമായ മേഖലകളെ പോലെയും മലബാറിനുമുള്ളത് എന്ന് നിസ്സംശയം പറയാൻ പറ്റും. അതിനപ്പുറത്തേക്കുള്ള ആഖ്യാനങ്ങളെല്ലാം തന്നെ സങ്കുചിതമായ താല്പര്യങ്ങളുടെ, വിഭാഗീയതമായ താല്പര്യങ്ങളുടെ രാഷ്ട്രീയ വായനകൾ മാത്രമാണ് എന്ന് നമുക്ക് പറഞ്ഞുകൊണ്ട് ഈ ചർച്ച ഉപസംഹരിക്കുകയാണ്. വളരെ നന്ദി. ഇത്രയും സമയം നമ്മോട് സംസാരിച്ച മാധവൻ സർ, ഒപ്പം മനോജ് സർ, ഇതുവരെ കേട്ട സദസ്സിനും നന്ദി. താങ്ക് യു. വേദിയിൽ 3 പ്രകാശിത കർമ്മം നിർവഹിക്കപ്പെടുകയാണ്.